So Nayans, welcome once again to the program. ഞാനിവിടെ തുടക്കം പറയുകയുണ്ടായി. ഓണം എന്ന് പറയുമ്പോൾ ഒരു ഉത്സവമാണ്, പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഓണം. ഓണത്തെ പറ്റി പറയുമ്പോൾ മാവേലി നമുക്കറിയാം വർഷത്തിലൊരിക്കൽ, തിരക്കൽക്കടൽ വർഷത്തിലൊരിക്കലാണ് വരുന്നത് നമ്മളെ കാണാൻ. നയൻസിനെ പറ്റി പറയുമ്പോഴും നയൻസിനും അതുമായിട്ട് ഒരു ചെറിയൊരു റിലേഷൻ ഉണ്ട്. അത് മാവേലിയായിട്ടല്ല, എങ്കിലും അത് ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട്. കാര്യം വളരെ വല്ലപ്പോഴും അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ മാവേലി പ്രജകളെ കാണാനാണ് വരുന്നതെങ്കിൽ നയൻസ് പ്രേക്ഷകരെ കാണാനാണ് വരുന്നത്. അല്ലെ, അങ്ങനെ തോന്നിയിട്ടില്ലേ? ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അത് മനഃപൂർവ്വമല്ല, അത് എപ്പോഴും നമ്മൾ ഇന്റർവ്യൂ കൊടുത്തോണ്ടിരുന്നാലും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പോവില്ലേ. ഇപ്പം നമുക്ക് ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട്, ദീപാവലി ഉണ്ട്, ഓണം ഉണ്ട്, ഈദ് ഉണ്ട്, ക്രിസ്മസ് ഉണ്ട്. അപ്പം ഓരോരോ ഫെസ്റ്റിവൽസിനും നമ്മൾ ഇന്റർവ്യൂസ് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ 3 വർഷമായി തോന്നുന്നു കഴിഞ്ഞ ഏഷ്യനെറ്റ് ഇന്റർവ്യൂ എനിക്കൊന്ന് 3 വർഷമായി കൊടുത്തിട്ട്. അപ്പൊ 3 വർഷം കഴിഞ്ഞ് ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഇപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, നിങ്ങൾക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും, ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടാവും. സോ എപ്പോഴും കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പോകുന്ന വെച്ചിട്ടാണ് കൊടുക്കാത്തത്. വളരെ വാലിഡ് ആയിട്ടൊരു പോയിന്റ്. അപ്പൊ എനിക്കൊന്ന് തീർച്ചയായിട്ടും ഇത്തവണ കേരളത്തിലെ ഏഷ്യാനെറ്റിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓണത്തിനൊരു സമ്മാനമാണ് നയൻതാരയുടേതായിട്ട്. നേരെ നമുക്ക് എന്താ പറയാ സിദ്ദിഖ് സാറിലേക്ക് തന്നെ പോവാം. സിദ്ദിഖ് സാർ എന്ന് പറയുമ്പോൾ മലയാള സിനിമയിലെ പരാജയം അല്ലെങ്കിൽ ഒരു എന്താ ഫെയിലിയർ അറിയാത്ത ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ഡയറക്ടറാണ്, ന്യൂമറോ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് സിദ്ദിഖ് സാർ. അപ്പൊ ആ ഒരു ക്യാമ്പിൽ വരിക, ആ ഒരു ക്യാമ്പിൽ വർക്ക് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആക്ച്വലി അത് പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല, അത് ഭയങ്കര യാദൃശ്യമായിട്ട് നടന്നതാണ് സിദ്ദിഖ് സാറിന്റെ പടം. അത് എങ്ങനെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിംഗ് ആണത്. പക്ഷെ എനിക്കങ്ങനെ മുമ്പ് അങ്ങനെ ഒരു ഇമാജിനേഷനൊന്നും ഉണ്ടായിരുന്നില്ല, അയ്യോ സിദ്ദിഖ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യണം. കാരണം ഞാൻ ഒരുപാട് മലയാളം പടങ്ങൾ കാണാത്തതുകൊണ്ട് അങ്ങനെ എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ സിദ്ദിഖ് സാറിന്റെ മൂവീസ് എപ്പോഴും ഹ്യൂമറസ് ബേസ്ഡ് ആണ്, എന്റർടൈനിങ് ആണ്. സോ എല്ലാവർക്കും ഫാമിലിയോട് ഒത്തിരുന്ന് കാണാൻ പറ്റിയ പടങ്ങളാണ് എല്ലാം. പിന്നെ സിദ്ദിഖ് സാർ അതിന്റെ സ്റ്റോറി ലൈൻ പറഞ്ഞപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു അതിന്റെ ക്ലൈമാക്സ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. സോ അതുപോലെ എനിക്ക് ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ്. അതുപോലെ സിദ്ദിഖ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. എനിക്കൊക്കെ ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലാണ്. പക്ഷെ സിദ്ദിഖ് സാറിന് ദേഷ്യമേ വരില്ല. അത് എന്തൊക്കെ അവിടെ നടന്നാലും ശരി, എന്തൊക്കെ ടെൻഷൻ ആണെങ്കിലും ശരി, ദേഷ്യമേ വരില്ല. അത് വളരെ കൂളായിട്ട് ആരെയും ഹേർട്ട് ചെയ്യാതെ ഒക്കെയാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണെന്ന് സ്റ്റിൽ ഐ എം റിയലി സർപ്രൈസ്ഡ് ഹൗ ഹി ഡസ് ദാറ്റ്. പക്ഷെ അത് അങ്ങനെയാണ്, അദ്ദേഹം അങ്ങനെയാണ്, വളരെ ഹീസ് എ വെരി നൈസ് ഹ്യൂമൻ ബീങ്. ഇപ്പം ഷൂട്ടിംഗ്സ് ഒക്കെ ഇപ്പം നോർമലി ഔട്ട്ഡോറിലേക്ക് വരുമ്പോഴൊക്കെ കുറെയൊക്കെ കോമൺ ആണ്. ഇപ്പൊ ആളുകൾക്കൊക്കെ റോഡിൽ കൂടെ പോകുന്ന ആളുകൾക്കാണെങ്കിൽ ഇവിടെ ഷൂട്ടിംഗ് ആണ്, ഇപ്പൊ നമ്മൾ സ്ഥിരം കാണാറുള്ളവരൊക്കെയാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ കോട്ടയം CMS കോളേജിൽ ഒരിക്കൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴും അറിഞ്ഞ ഒരു സംഭവമാണ്. കോട്ടയം CMS കോളേജിൽ ഒരു സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഭയങ്കര ജാം പാക്ഡ് ആയിട്ട് ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ ഇതെല്ലാം ചെയ്ത് ഭയങ്കര മലയാളത്തിൽ ഒരു കൊളോക്കിയൽ ഭാഷ പറഞ്ഞ് ഭയങ്കര ഭീകരമായ ഒരു ജനക്കൂട്ടം അവിടെ നിൽക്കുകയാണ്. അപ്പം ഒബ്വിയസ്ലി മലയാളികളുടെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്ന ചോദ്യം, ലാലേട്ടൻ അവിടെ ഷൂട്ടിലുണ്ടോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഷൂട്ടുണ്ടോ? അപ്പൊ ഇത് പിന്നെ മനസ്സിലായത് ബോഡി ഗാർഡിന്റെ സ്ഥലമാണ്. അപ്പൊ ദിലീപ് ഏട്ടന്റെ ഇതാണോ? അപ്പൊ ഇതൊന്നുമല്ല, അതല്ല സംഭവം. അപ്പൊ എന്താണ് ഇത്ര ജനക്കൂട്ടം? അപ്പൊ പിന്നെ കാര്യങ്ങൾ മനസ്സിലായി വരുമ്പോൾ പറയുന്നു ഇത് ആക്ച്വലി നയൻതാര ഹീറോയിനായിട്ട് ചെയ്യുന്ന മൂവിയാണ്. അപ്പൊ അവിടെ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് ചോദിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സൂപ്പർ താര അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർഡം കൊടുക്കുന്നത് ആക്ച്വലി ഒരു മെയിൽ ഡോമിനന്റ് ഇൻഡസ്ട്രി എന്ന് വരെ പറയപ്പെട്ടിട്ടുണ്ട്. ലൈക് ഫോർ എക്സാമ്പിൾ മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടൻ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ തമിഴിലാണെങ്കിലും അങ്ങനെ ഉണ്ട്. ശരിക്കും പേര് ഒരു ഫീമെയിൽ സൈഡിലോട്ട് ഒരു സൂപ്പർ താര പദവി നമ്മൾ മനസ്സിൽ വെക്കുക, എന്നാലും പറയാൻ ഭയങ്കര പാടാണ്, മനസ്സിലല്ലേ? പക്ഷെ മലയാളത്തിൽ നിന്ന് പോയി തെന്നിന്ത്യയിലെ സൂപ്പർ താര പദവിയിലേക്ക് വന്ന ഒരു ആർട്ടിസ്റ്റാണ് നയൻതാര. ഒഫീഷ്യലി നമുക്ക് ഇവിടെ ഇതിൽ കൂടെ തന്നെ നമുക്ക് പറയാം, നമ്മുടെ മലയാളികളുടെ സൂപ്പർ സ്റ്റാർ നയൻതാര ഇവിടുന്ന് പോയ ഒരു ആർട്ടിസ്റ്റ്. അപ്പൊ ആ ഒരു സ്റ്റാർഡം ലൈക്ക് ഒരു മേജർ ആയിട്ടുള്ള മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയിൽ കിട്ടിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന് കിട്ടിയ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസ് നയൻസിന് കിട്ടിയപ്പോ എങ്ങനെ തോന്നുന്നു ഈ ഒരു സ്റ്റാർഡത്തെ? ഇപ്പോ സൂപ്പർ സ്റ്റാർഡം കിട്ടുന്നത് ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി ജോബ്. ഇപ്പൊ നമ്മള് പോയി നമ്മൾ ഏതൊക്കെ റോൾ ചെയ്തു, ഏതൊക്കെ പടങ്ങൾ ചെയ്തു, ഏതൊക്കെ ഹീറോസിന്റെ കൂടെ ചെയ്തു, ഉടനെ നമുക്ക് കിട്ടില്ല. അത് ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടണം, ആൾക്കാർക്ക് നമുക്ക് അത്രയും ഫാൻ ഫോളോയിങ് ഉണ്ടാവണം. സൂപ്പർ സ്റ്റാർസ് എപ്പോഴും അവരുടെ ഫാൻ ഫോളോയിങ്ങിന്റെ ബേസിസിലാണ്, നോട്ട് ബിക്കോസ് ദേ ആർ ഗുഡ് ആക്ടേഴ്സ് ഓർ നോട്ട് ബിക്കോസ് ദേ ആർ നോട്ട് ഗുഡ് ആക്ടേഴ്സ്. ഇപ്പം ഇപ്പം മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും കുറേ നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, കുറേ നല്ല ആക്ടേഴ്സ് ഉണ്ട്, കുറേ നല്ല ആക്ട്രസസ് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ആ ഒരു സ്റ്റാർഡം കിട്ടിയിട്ടില്ല. എത്രയോ നല്ല ആക്ട്രസസ് അല്ലെങ്കിൽ ആക്ടേഴ്സ് ഉണ്ട്, അവർക്ക് ആ സ്റ്റാർഡം കിട്ടാത്തത്. അത് ജനങ്ങളുടെ കയ്യിലാണ്. ജനങ്ങൾ എത്രമാത്രം നമ്മളെ വന്ന് ഇഷ്ടപ്പെടുന്നു, എത്രമാത്രം നമ്മളെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ മെയിൽ ഡോമിനേറ്റഡ് ആ ഇൻഡസ്ട്രിയിൽ
നമുക്ക് അങ്ങനെ ഒരു കിട്ടാന്ന് പറയുമ്പോൾ സന്തോഷമാണ്. പക്ഷെ അതിനുള്ള എന്താ പറയാ ഹാർഡ് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഹാർഡ് വർക്ക് ഒരുപാട് ചെയ്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. അല്ലാതെ നമ്മൾ പോയി നമ്മള് തമിഴില് 2 പടം ചെയ്തു, ഇവിടെ 5 പടം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയില്ല. അത് ലോട്ട് ഓഫ് തിങ്സ് ഇൻസൈഡ്. ഒരുപാട് കാര്യങ്ങൾ അതിന്റെ അകത്ത് നമ്മള് ഒരുപാട് നമ്മൾ വർക്ക് ചെയ്ത് പോയാലേ എല്ലാ കാര്യത്തിലും നമ്മൾ കറക്റ്റ് ആയിരുന്നാൽ മാത്രമേ അതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ആവില്ല. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ എനിക്കൊന്ന് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പൊ 5.5 ഓൾമോസ്റ്റ് 6 years ആയി. അപ്പൊ അത്രയും കഴിയുമ്പോഴാണ്, ഇല്ലെങ്കിൽ ഒരു 5 years ഇല്ല 4 years കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. വന്ന ഉടനെ എനിക്കത് കിട്ടിയതല്ലോ. നയൻസ, സൂപ്പർ സ്റ്റാർസ് എന്നൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കേണ്ട പെട്ടെന്ന് മനസ്സിൽ വന്നൊരു സംഭവമാണ്. തെന്നിന്ത്യയിലെ തന്നെ, തെന്നിന്ത്യന്ന് വേണ്ട, ഇന്ത്യൻ സിനിമ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹീറോയുടെ ഹീറോയിൻ ആവുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു സിഗ്നേച്ചറാണ് അത്. ആക്ച്വലി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സ്റ്റൈൽ മന്നൻ രജനി സാറിന്റെ, പ്രത്യേകിച്ച് രജനി സാറിനോട് 3 സിനിമയിൽ കോൺസിക്യൂട്ടീവ് ആയിട്ട് അഭിനയിക്കുക. എനിക്ക് തോന്നുന്നില്ല വേറൊരു നടി അങ്ങനെ അടുപ്പിച്ച് ഇത്ര ഫിലിംസ് ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ലക്കി ഫാക്ടറാണ് നയൻതാര എന്ന് തോന്നിക്കുന്ന രീതിയിലാണ്, പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ സോങ്സ് അങ്ങനെ. അപ്പൊ എങ്ങനെയായിരുന്നു രജനി സാറുമായിട്ട് വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ്? ഹീസ് ദി സ്റ്റൈൽ ഐക്കോൺ അല്ലേ. ആ ഒരു കറിസ്മ ഉള്ള ഒരു ആക്ടറും ഞാൻ ഇതുവരെ ആയിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് സാറിന് അത്രയും ഫാൻ ഫോളോയിങ്ങും വേൾഡ് വൈഡ് അത്രയും ഫാൻ ഫോളോയിങ് ഉള്ള ഒരാള്. സോ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പൊ ടൈം ഫാക്ടർ ആണെങ്കിലും ശരി, പ്രൊഫഷണലിസം ആണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഡിഫറെന്റ്. പിന്നെ 3 പടത്തിൽ റിപ്പീറ്റ് ചെയ്തേക്കുന്ന അത് രജനി സാറിന്റെ ഇതാണ്. അതിപ്പോ രജനി സാറിന് താല്പര്യമുള്ളതുകൊണ്ട് അത് ചെയ്തതാണോ ഇല്ല ഡയറക്ടേഴ്സിന്റെ വിഷയമാണോ അതെനിക്ക് അറിയില്ല ആക്ച്വലി എന്താണെന്ന്. സോ ഫസ്റ്റ് മൂവി ചന്ദ്രമുഖി, അത് ഹീറോയിന്. പിന്നെ സെക്കൻഡ് ശിവാജി, അത് ഇൻട്രൊഡക്ഷൻ സോങ്. അപ്പൊ അത് ഡയറക്ടറിന്റെ വിഷയമാണോ സാറിന്റെ വിഷയമാണോ എന്ന് എനിക്ക് അറിയില്ല. അത് ഞാൻ പോയി ചോദിക്കാനും പറ്റില്ലല്ലോ. സോ അത് ആ ലക്ക് ഫാക്ടർ ഒക്കെ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് എൻ ഓണർ ഫോർ മീ ടു ഡു 3 consecutive movies with him. പുള്ളിയുടെ ക്യാരക്ടേഴ്സ് ഒക്കെ കുറച്ച് അമാനുഷികമായ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യും. ഭയങ്കര എന്താ പറയുക, മാനറിസംസ് അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ളതാണ്. അടുത്തൊന്നും എപ്പോഴെങ്കിലും അങ്ങനെ ഇൻസ്പയർ ആയിട്ട് തോന്നിയിട്ടുണ്ട്, കൈ ഇതൊക്കെ മൂവ് ചെയ്യുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തില്ല? അങ്ങനെയൊന്നും തോന്നില്ല. നമ്മള് സാറിനെ കണ്ട് നമ്മള് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ കണ്ടു നിന്നു പോകും. അപ്പൊ അന്നേരം നമുക്ക് തോന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ തെന്നിന്ത്യയിൽ തന്നെ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ഹീറോസിനും കൂടി അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ വിജയ് ആണെങ്കിലോ, സൂര്യ ആണെങ്കിലോ, അജിത്ത്, പിന്നെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ തെലുങ്കിലുള്ള ഇൻഡസ്ട്രിയിലുള്ള വെങ്കടേഷ്, അങ്ങനെയുള്ള സീനിയർ ആർട്ടിസ്റ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകളോടൊപ്പം. അപ്പൊ എങ്ങനെയായിരുന്നു ഇവരോടൊപ്പം ഓരോ ഫിലിം ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ്? പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ആരുടെ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ജസ്റ്റ് ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പറഞ്ഞിട്ട് ജസ്റ്റ് അങ്ങ് എസ്കേപ്പ് ചെയ്യാം. ഞാൻ ആൻസർ ചോദിക്കാന്ന് വെച്ചാണ്. കാര്യം ഇവരിൽ ആരോടെയാണ് നയൻതാരയ്ക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ആക്ട് ചെയ്യാൻ തോന്നിയ? ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നതാണോ അതോ ഏറ്റവും കൂടുതൽ ഇഷ്ടവും കംഫർട്ടും കൂടെ ചേർത്ത് നോക്ക്? വിജയ് എന്താണ് ആക്ച്വലി വിജയിലെ ആ ഒരു കരിഷ്മ എന്താണ്? ബേസിക്കലി വിജയ് ഇസ് എ ഫ്രണ്ട്. സോ ഫ്രണ്ട് ആകുമ്പോൾ ഫ്രണ്ട്സിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവുമല്ലോ നമുക്ക്, അതുകൊണ്ടായിരിക്കാം. എനിക്ക് നയൻസാണ് വളരെ പബ്ലിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ആൻസർ കണ്ടോ. കാര്യം പലപ്പോഴായിട്ട് പല മേജർ സ്റ്റാർസിനോട് പല ഇന്റർവ്യൂസിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറയുന്നത് അത് ആക്ച്വലി പറഞ്ഞാൽ നിങ്ങൾ ഡിപ്ലോമാറ്റിക്കലി ആയിരിക്കും. എനിക്ക് എല്ലാവരുടെയും ആക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. അത് പേടിയായതുകൊണ്ട്. ഓക്കെ. അല്ല, അതിന്റെ ഇടയ്ക്ക് ചോദിക്കണമെന്ന് വെച്ചാൽ നയൻസ് ഒരു നോട്ട് ഇടയ്ക്ക് പറയുണ്ടായി, ഇടയ്ക്ക് എന്താ എനിക്ക് ദേഷ്യം പെട്ടെന്ന് വരും. നയൻസിന് ആക്ച്വലി ദേഷ്യം പെട്ടെന്ന് വരാറുണ്ടോ? ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ്. കാരണം എന്തെങ്കിലും? അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ആവശ്യമില്ലാത്ത വിഷയങ്ങൾക്ക് ഞാൻ ദേഷ്യപ്പെടുക എടുക്കുക അങ്ങനൊന്നുമല്ല. ആക്ച്വലി കറക്റ്റ് ആയിട്ടുള്ള വിഷയത്തിനാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്. കാരണം നമ്മൾ കറക്റ്റ് ആയിട്ടിരിക്കണം, ഞാനിപ്പോ കറക്റ്റ് ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കും. ഇപ്പൊ എന്റെ വർക്കിലാണെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണം, എന്റെ ഡ്രസ്സ് പെർഫെക്റ്റ് ആയിരിക്കണം, എന്റെ മേക്കപ്പ് പെർഫെക്റ്റ് ആയിരിക്കണം. സോ എന്റെ കാര്യങ്ങളിൽ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണം ഞാൻ വിചാരിക്കും. ഞാൻ തന്നെ വിചാരിച്ചത് പറ്റില്ല. ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി, ഇപ്പം യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ശരി, അവരുടെ ജോലിയിൽ പെർഫെക്റ്റ് ആയാലും മാത്രമേ ഉള്ളൂ എന്റെ ജോലിയും കൂടെ പെർഫെക്റ്റ് ആവുന്നത്. അപ്പൊ അങ്ങനെ വരാതിരിക്കുമ്പം എനിക്ക് ഭയങ്കര ആൾക്കാർ അവരുടെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഈ ദേഷ്യമായിട്ട്